നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണോ? എങ്കിൽ ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വർണത്തേക്കാൾ വിലപ്പെട്ടതാണ്. കുറച്ച് സമയം എനിക്ക് വേണ്ടി മാറ്റിവെച്ചാൽ ഒരിക്കലും നിങ്ങൾക്കത് വേസ്റ്റ് ആവില്ല. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിച്ച് സുഖമായി കിടന്നുറങ്ങുന്നു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ എണീച്ച് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിലൊരു വീഡിയോ വൈറലായിരിക്കുന്നു. അത് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ വഴി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. യാദൃശ്ചികവശാൽ ആ വീഡിയോയുടെ തമ്പനയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങളുടെ ഫോട്ടോ, അതല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ മറ്റാരുടെയെങ്കിലും ഫോട്ടോ. ഈ ഒരു സാഹചര്യം എന്താണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്നാൽ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്കും നിങ്ങളുടെ മനസാക്ഷിക്കും അറിയാം. പക്ഷേ ആ വീഡിയോ ലോകം മുഴുവൻ പരന്നിരിക്കുന്നു, ഒരുപാട് ആളുകൾ കണ്ടിരിക്കുന്നു. നിങ്ങളെ നാട്ടിലുള്ളവർ, നിങ്ങളുടെ സുഹൃത്തുക്കൾ മറ്റൊരു രീതിയിൽ കാണാൻ തുടങ്ങിയിരിക്കുന്നു, വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്ത് ഭയാനകരമാണ് ഈ ഒരു അവസ്ഥ! ഒന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര ഭയാനകരവും ദയനീയവും മാനസികപരമായി എന്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലൂടെയുമാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നതെന്നും ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്നും നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ സൈബർ ഇടങ്ങളിൽ, ഇന്റർനെറ്റിൽ, ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എന്നിങ്ങനെ പരസ്യമായി കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ വൈറലായിരിക്കുന്ന ഒരു കുട്ടിയുടെ പേരാണ് പ്രിൻസി സേവ്യർ തുളസി. എന്താണ് ഈ പേരിന് പിന്നിലെ യാഥാർത്ഥ്യം? സത്യത്തിൽ ഇങ്ങനെ ഒരു പേരുള്ള കുട്ടി ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ, അതോ ഇത് വെറും ഒരു സൈബർ കെണി മാത്രമാണോ? പ്രശസ്ത ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ജേർണലിസ്റ്റ് ക്രൈം സെൽവരാജ് ഇതിനെക്കുറിച്ച് നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ എന്തൊക്കെയാണ്? ഇതിനെപ്പറ്റി കേരളത്തിലെ സൈബർ സെല്ലിനും പോലീസ് വിങ്ങിനും ക്രൈംബ്രാഞ്ചിനും മറ്റും എന്താണ് പറയാനുള്ളത്? ഇത് വെറുമൊരു യൂട്യൂബ് വീഡിയോ മാത്രമായി കാണാതെ നിങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ ഇതൊരു ഏറ്റവും വിലപ്പെട്ട മുതലായിരിക്കാം എന്ന് കണക്കിലെടുത്തുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ എല്ലാ മാതാപിതാക്കളും, അതല്ലെങ്കിൽ എല്ലാ സഹോദരന്മാരും ശ്രമിക്കുമെന്ന കരുതലോടുകൂടി ഈ കേസിന്റെ അജ്ഞാതമായ കറുത്ത ഇരുണ്ടറകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് ഈ കേസിന്റെ ആദ്യ ലെയർ തന്നെ അഴിച്ചെടുക്കാം. ഇത്തരത്തിലൊരു വീഡിയോ ആദ്യത്തിൽ കേരളത്തിൽ ലീക്കായ സമയത്ത് വാട്സപ്പിലും ടെലിഗ്രാം ഗ്രൂപ്പുകളിലുമെല്ലാം വളരെ വൈറലായ സമയത്ത് പോലീസും ക്രൈംബ്രാഞ്ചും ചേർന്ന് സൈബർ വിങ് അടക്കം ഇതിനെപ്പറ്റി ഒരു ചർച്ച നടത്തി, അന്വേഷണം നടത്തി. അന്ന് ആ സമയത്ത് വെളിപ്പെട്ട യാഥാർത്ഥ്യമായ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസി സേവ്യർ തുളസി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി സത്യത്തിൽ ജീവിച്ചിരിപ്പില്ല. സത്യത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ വരുന്ന സമയത്ത് ആദ്യം മലയാളികളായ എല്ലാവരും തന്നെ നോക്കുന്നത് ഇതിന്റെ തലക്കെട്ട് എന്താണ് എന്നുള്ളതാണ്. അത്തരത്തിലാണ് പ്രിൻസി സേവ്യർ തുളസി എന്നുള്ള പേര് ഈ ഭീകരന്മാർ വീഡിയോ വൈറലായ സമയത്ത് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. അതെ, നിങ്ങൾ കേട്ടത് സത്യം തന്നെയാണ്. ഇതൊരു യഥാർത്ഥ പേരല്ല. ഇത് സൈബർ കുറ്റവാളികൾ ഉപയോഗിച്ച ഒരു സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ കീവേഡ് മാത്രമാണ്. സത്യത്തിൽ എന്താണ് ഇതിന്റെ പ്രവർത്തനം എന്നുള്ളത് വ്യക്തമായി ഞാൻ പറഞ്ഞു തരാം. പ്രിൻസി സേവ്യർ തുളസി, ഇത് മൂന്നും പ്രമുഖമായ വ്യക്തിത്വങ്ങളുടെ പേരുകളാണ്. പ്രിൻസി ഒരു ക്രിസ്ത്യൻ നെയിമാണ്, സേവ്യർ എന്ന് പറയുന്നത് പ്രമുഖ പേരാണ്, അതുപോലെ തുളസി എന്ന് പറയുന്നതും ഒരു ഹിന്ദു നെയിമാണ്. പൊതുവെ ഇത്തരം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതുപോലെയുള്ള വീഡിയോ കൈകാര്യം ചെയ്യുന്ന ആളുകൾ സെർച്ച് ഒപ്റ്റിമൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെർച്ച് എഞ്ചിനുകൾക്ക് ഇത്തരം പേരുകൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും അത് മറ്റുള്ളവരിലേക്ക് പുഷ് ചെയ്യാനും എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഈ സൈബർ കുറ്റവാളികൾ ഈ 3 പേരുകൾ ഈ വീഡിയോ വൈറലായ സമയത്ത് അതിനെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷന് വേണ്ടി ഉപയോഗിച്ചത്. ആളുകൾ ഇത്തരം കണ്ടന്റുകൾക്ക് വേണ്ടി ഓൺലൈനിൽ തിരയുന്ന സമയത്ത് ഈ കണ്ടന്റ് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് പുഷ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു പേര് ഈ വീഡിയോയ്ക്ക് അവർ ഹെഡിങ് ആയിട്ട് കൊടുത്തത്. എന്നാൽ ചിന്തിക്കുക, ഇത് കേവലം ഒരു പേര് മാത്രമല്ല. പാവപ്പെട്ട ഒരുപാട് പെൺകുട്ടികളുടെ വീഡിയോകൾ ലീക്കാവുന്ന സമയത്ത് അതെല്ലാം വൈറാലിറ്റിക്ക് വേണ്ടി ഇത്തരം പേരുകൾ, ഇത്തരം ക്രിമിനലുകൾ ഇതിനെ ഉപയോഗിക്കുന്നു. ഇതൊരു ബ്രാൻഡ് നെയിമായി ഉപയോഗിക്കുന്നതോടുകൂടി ആളുകളുടെ മാനസികാവസ്ഥയെ അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തെ ചൂഷണം ചെയ്യുക എന്ന മെത്തേഡാണ് ഇത്തരം ക്രൈം ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്നത്. മാധ്യമരംഗത്ത് ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള വ്യക്തിയാണ് ക്രൈം സെൽവരാജ്. അദ്ദേഹം ഒരുപാട് മാധ്യമ മാഫിയകളെയും മറ്റും ഇത്തരം കേസുകളിൽ പുറമെ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രിൻസി സേവ്യർ തുളസി എന്ന് പറയുന്ന ഈ ഒരു പേരിന് പിന്നിൽ അദ്ദേഹം ട്രാക്ക് ചെയ്തുകൊണ്ട് വിദേശത്തുള്ള IP വരെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പുറത്തുവിട്ട രഹസ്യങ്ങൾ കേട്ടാൽ നമ്മുടെ തലച്ചോറിൽ ഇടിമിന്നലേറ്റതുപോലെയാവും. കാരണം ഇത് തമിഴ്നാട്ടിലോ കേരളത്തിലോ നടക്കുന്ന ഒരു ചെറിയ ശൃംഖലയുടെ കളിയല്ല, ഇതൊരു ഇന്റർനാഷണൽ ബിസിനസ് ആണ്. ഇവർക്ക് വടക്കേ ഇന്ത്യയിലും വിദേശത്തും ഒത്തിരി സെർവറുകളും ഏജന്റുമാരുമുണ്ട്. ഇവരുടെ പ്രധാന ലക്ഷ്യം 48 മണിക്കൂർ കൊണ്ട് ഇന്റർനെറ്റിൽ ഒരു പ്രത്യേക തരംഗമുണ്ടാക്കി അവിടെ നിന്നും ലക്ഷങ്ങൾ സമ്പാദിക്കുക എന്നുള്ളത് മാത്രമാണ്.
സെൽവരാജ് വ്യക്തമാക്കുന്നതനുസരിച്ച് ഇത്തരം ക്രൈം ചെയ്യുന്ന ക്രിമിനലുകൾക്ക് വ്യക്തമായ ഒരു പാറ്റേൺ ഉണ്ട്. അവർ ഒരേ സമയം ഒന്നിലധികം ടെലിഗ്രാം ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അവിടേക്ക് ഇത്തരം വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിനെല്ലാം ഒരേ പേര് തന്നെ കൊടുക്കുന്നു. ഇത്തരം വീഡിയോകൾ കാണാൻ വേണ്ടി ഈ ലിങ്കിൽ കയറി ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾ സത്യത്തിൽ വലിയൊരു കെണിയിലേക്കാണ് ചെന്നകപ്പെടുന്നത്. സെൽവരാജ് കണ്ടെത്തിയ ക്രൈം സ്റ്റോറിയിലെ വലിയൊരു കാര്യം കൂടിയാണിത്. ഇത്തരം വീഡിയോകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്ത്രീകളുടെ ശരീരഭാഗവും മുഖവും രണ്ടും രണ്ടാണ്. അതായത് നമ്മുടെ നാട്ടിലെ സാധാരണ പെൺകുട്ടികളുടെ മുഖം ഈ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്ന മറ്റുള്ള സ്ത്രീകളുടെ ശരീരഭാഗവുമായി കെട്ടിപ്പിണർച്ച് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇത്തരം വീഡിയോകൾ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇത്തരം ക്രിമിനലുകൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയെ കുറിച്ചാണ്. ആദ്യകാലങ്ങളിൽ ഇവർ ഉപയോഗിച്ചിരുന്നത് മോർഫിംഗ് എന്ന് പറയുന്ന ചിത്രങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുന്ന ടെക്നോളജി ആയിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഇത്തരം പ്രവർത്തികൾക്ക് വേണ്ടി ഇവർ ഉപയോഗിക്കുന്നത്. മോർഫിംഗ് ചെയ്ത ഫോട്ടോ എങ്ങനെയെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ കാലത്തെ ടെക്നോളജിയുടെ പ്രത്യേകത. എന്നാൽ ഇന്ന് AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ എത്തരത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യത 80% താഴെ മാത്രമാണ്. AI എന്ന ടെക്നോളജിയെ ഈ ക്രിമിനലുകൾ വളരെ മാരകമായ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നു. ഇനി ഇവർ എങ്ങനെയാണ് ഇതിനെ ദുരുപയോഗം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് ഇവർക്ക് വേണ്ടി പാകപ്പെടുത്തിയെടുക്കുന്നത് എന്ന് നിങ്ങൾ കേൾക്കേണ്ടിയിരിക്കുന്നു. ഇവർ ആദ്യം ചെയ്യുന്നത് ഇരകളെ കണ്ടെത്തുക എന്ന് പറയുന്ന മെത്തേഡാണ്. ഇവർ സോഷ്യൽ മീഡിയയിൽ പ്രൊഫൈൽ ലോക്ക് ചെയ്യാതെ തങ്ങളുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന പെൺകുട്ടികളുടെ ഫോട്ടോകൾ വിവിധ ആംഗിളുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ മെത്തേഡ്. പിന്നീട് അത് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഡീപ് ഫേക്ക് എന്ന് പറയുന്ന AI ടെക്നോളജി വികസിപ്പിച്ചെടുത്ത അതേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഫോട്ടോകൾ അവർക്ക് അനുചിതമായ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നു. ഈ ഫോട്ടോകൾ അവർ ഡീപ്പ് വെബിന്റെ സഹായത്തോടുകൂടി ഡീപ്പ് AI ടെക്നോളജി ഉപയോഗിച്ച് അശ്ലീല വീഡിയോയോടുകൂടി ചേർത്ത് കൊടുക്കുന്നു. ഈ സാങ്കേതിക വിദ്യ ആ കുട്ടിയുടെ കണ്ണിന്റെ ചലനവും ചുണ്ടിന്റെ ചലനവും തുടങ്ങി ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളുടെ ചലനവും അനലൈസ് ചെയ്ത് ഈ വീഡിയോയ്ക്ക് കൃത്യമായി ചേർത്ത് വെച്ച് ഇണക്കിക്കൊണ്ട് ആ കുട്ടിയുടെ മുഖം ഈ വീഡിയോയിലേക്ക് കൃത്യമായി ചേർത്ത് വെച്ച് കൊടുക്കുന്നു. ഒരു സാധാരണക്കാരന് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് ഈ വീഡിയോ അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന ഏതൊരു സാധാരണക്കാരനും 100% വിശ്വസിക്കുന്നത് ഇത് AI ക്രിയേറ്റഡ് അല്ല, ഇതൊരു ഒറിജിനൽ വീഡിയോ എന്ന് തന്നെയാണ്. എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി സജഷൻ തന്ന എൻ്റെ സുഹൃത്ത് പോലും പറഞ്ഞത് ഇത് ഒറിജിനൽ കണ്ടന്റ് എന്ന് തന്നെയാണ്. തെണ്ടി. പ്രിൻസി സേവ്യർ തുളസി എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ കേസിലും സംഭവിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. എന്നാൽ ഇന്ന് കേരളത്തിലുള്ള അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് ഇതൊരു ഒറിജിനൽ കണ്ടന്റ് ആണ് എന്നുള്ളതാണ്. എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു ഡീപ്പ് ഫേക്ക് AI ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ മാത്രമാണ്. സത്യത്തിൽ നിങ്ങൾ കണ്ടിരിക്കുന്നത് വിദേശത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മറ്റേതൊരു വീഡിയോ ആണ്. എന്നാൽ ഇതിലെ പിന്നിലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സങ്കടപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോട്ടോയുള്ള ആ പെൺകുട്ടി തൻ്റെ വീട്ടിലിരുന്ന് ഒരു പക്ഷേ ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ തൻ്റെ വീട്ടുകാരോടൊത്ത് സമയം ചിലവഴിക്കുകയോ ചെയ്യുന്നുണ്ടാവാം. ആ സമയത്താണ് ഇത്തരമൊരു കണ്ടന്റ് ആ പെൺകുട്ടിയുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ആ കുട്ടിയുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. താൻ ചെയ്തിട്ടില്ലാത്ത, തൻ്റെ അറിവോ സമ്മതമോ കൂടാതെ ഉപയോഗിച്ചിരിക്കുന്ന തൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഇത്തരമൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇത് ക്രിയേറ്റ് ചെയ്തവർ കാശുണ്ടാക്കുന്നു. ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടത് അവളുടെ ജീവിതവും മാനവുമാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനു വേണ്ടിയാണ് ഇവർ ഇത്തരം കണ്ടന്റുകൾ മേക്ക് ചെയ്യുന്നത് എന്നുള്ളത്. എന്നാൽ കോടികളുടെ ബിസിനസ് സാമ്രാജ്യത്തെക്കുറിച്ച് മിസ്റ്റർ സെൽവരാജ് ക്രൈം സ്റ്റോറിയിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. ഇവർ ഈ വീഡിയോകൾ ലിങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഈ വീഡിയോ നിങ്ങൾക്ക് നേരിൽ കാണാൻ സാധിക്കുകയില്ല. നിങ്ങൾ ആ ലിങ്ക് വഴി കയറുന്ന സമയത്ത് 4-5 ഫേക്ക് വെബ്സൈറ്റുകളിലേക്കാണ് ഇത് നിങ്ങളെ കൊണ്ടുപോകുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പരസ്യം നിരന്തരം വന്നുകൊണ്ടേയിരിക്കും. ഇതിന് ക്ലിക്ക് പെർ വ്യൂ എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്ന ഓരോ പരസ്യങ്ങൾക്കും ക്രിമിനലുകൾക്ക് വലിയ തുക അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ആളുകൾ എത്രത്തോളം ക്ലിക്ക് ചെയ്യുന്നോ അതിനനുസരിച്ച് ഈ ക്രിമിനലുകളുടെ അക്കൗണ്ടിലേക്ക് കാശ് എത്തിക്കൊണ്ടേയിരിക്കും. എന്നാൽ നിങ്ങളറിയാതെ നിങ്ങളെ കാത്തിരിക്കുന്ന വലിയൊരു അപകടം ഈ ലിങ്കുകൾക്കുള്ളിലുണ്ട്. നിങ്ങളറിയാതെ നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവരുടെ വെബ്സൈറ്റിലേക്ക് എത്തിപ്പെടുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് വീഡിയോ ആഡുകളാണ്. ഈ ആഡുകളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലിങ്കുകളിൽ
ഫിഷിംഗ് സൈറ്റുകളോ മറ്റോ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പെർമിഷൻ അലോ കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോണുകൾ ഹാക്ക് ചെയ്യപ്പെട്ടേക്കാം. ഈ ഹാക്ക് ചെയ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ മറ്റാരും കാണാതെ സൂക്ഷിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫോണിലെ ഫോട്ടോസ് അവർ പകർത്തിയെടുക്കാം. അതുപോലെ നിങ്ങൾ മറ്റാരും കാണാതെ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന നിങ്ങളുടെ ബാങ്ക് പാസ്വേഡുകൾ, അതേപോലെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പാസ്വേഡുകൾ എല്ലാം തന്നെ ഹാക്ക് ചെയ്യപ്പെട്ടേക്കാം. നിങ്ങളുടെ സ്വന്തം സുരക്ഷ തന്നെയാണ് ഇവിടെ ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് ഇല്ലാതെയാകുന്നത്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രെൻഡിംഗ് ആയി ഓടിക്കൊണ്ടിരുന്ന സമയത്ത് സൈബർ വിങ്ങും കേരള പോലീസും ഇതിനെ വളരെ ഗൗരവമായി കാണുകയുണ്ടായി. അതിനെ തുടർന്ന് പ്രിൻസി സേവ്യർ തുളസി എന്ന് പറയുന്ന ഈ വീഡിയോ ഷെയർ ചെയ്യപ്പെട്ട ഗ്രൂപ്പുകളും ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഗ്രൂപ്പുകളുടെ അഡ്മിനെയും മറ്റും കൃത്യമായി പോലീസും സൈബർ വിങ്ങുകളും നിരീക്ഷിച്ചു വരികയാണ്. നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ പറ്റി പലർക്കും ഒരു ധാരണയില്ല എന്ന് പറയുന്നത് വലിയ ഒരു കുറ്റകരം തന്നെയാണ്. കാരണം ഞാൻ ആ ഗ്രൂപ്പിൽ കയറി ഒരു വീഡിയോ കണ്ടതല്ലേ ഉള്ളൂ, ഞാൻ ആ ഗ്രൂപ്പിൽ കയറി ഒരു വീഡിയോ ഷെയർ ചെയ്തതല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും തെറ്റി. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ അറിയാതെ ചെയ്യുന്നത് ജാമ്യമില്ലാത്ത വലിയ കുറ്റകരമായ പ്രവൃത്തിയാണ്. ഇന്ത്യൻ IT ആക്ട് അനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ വളരെയധികം വലുതാണ്. കാരണം IT ആക്ട് 67 പ്രകാരം നിങ്ങൾ ഇന്റർനെറ്റിൽ ഇത്തരം ഒരു വീഡിയോ പ്രചരിപ്പിക്കുകയോ അതല്ലെങ്കിൽ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ലക്ഷം രൂപ വരെ പിഴയും 5 വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റകരമായ ശിക്ഷയാണ്. സെക്ഷൻ 67A അനുസരിച്ച് ലൈംഗിക ചുവയുള്ള ചിത്രങ്ങളോ അതല്ലെങ്കിൽ മോർഫ് ചെയ്ത പടങ്ങളോ പ്രചരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ പിഴയും അതല്ലെങ്കിൽ 10 ലക്ഷം രൂപ വരെ കഠിന തടവും ലഭിച്ചേക്കാം. മാത്രമല്ല ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ മാനിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ നിങ്ങൾ ഇന്റർനെറ്റിലൂടെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ IT ആക്ട് 66 ഈ പ്രകാരം നിങ്ങൾക്ക് കുറ്റകരമായ ശിക്ഷ ലഭിക്കാവുന്നതാണ്. കേരള പോലീസ് വാട്സപ്പും ടെലിഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ക്രിമിനലുകളുടെ IP അഡ്രസ്സുകളും മറ്റും കൃത്യമായി ശേഖരിച്ചു വരികയാണ്. ഇതിനോടകം തന്നെ പല ഗ്രൂപ്പ് അഡ്മിനുകൾക്കും പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് വിളി വന്നു കഴിഞ്ഞു. ഓർക്കുക, നിങ്ങൾ സൈബർ ലോകത്ത് ചെയ്യുന്ന ഓരോ കാര്യവും നിങ്ങളുടെ ചലനവും കൃത്യമായി ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ ഭീകരമായ സൈബർ ലോകത്ത് നമുക്ക് ചുറ്റുമുള്ളവരെയും നമ്മളുടെയും സ്വകാര്യത സംരക്ഷിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. സൈബർ കുറ്റവാളികളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ക്രൈം സെൽവരാജും സൈബർ വിദഗ്ധരും ചേർന്ന് നൽകുന്ന ചില വിദഗ്ധമായ നിർദ്ദേശങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും കൃത്യമായി അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലോ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളോ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പ്രൈവറ്റ് ആക്കി വെക്കുക. അതിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളുമായി ഫ്രണ്ട്സ് ബന്ധം പുലർത്തുക. മാത്രമല്ല, അപരിചിതരിൽ നിന്ന് വരുന്ന ഫ്രണ്ട് റിക്വസ്റ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടി വെരിഫൈ ചെയ്യുക. മാത്രമല്ല, ഇവർ പറയുന്ന മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന ഫോട്ടോകളിൽ നടുഭാഗത്തോ സൈഡ് ഭാഗത്തോ ഏതെങ്കിലും ഒരു ഭാഗത്തായി നിങ്ങളുടെ ചെറിയൊരു വാട്ടർമാർക്കോ പേരോ മറ്റെന്തെങ്കിലും രീതിയിൽ അടയാളപ്പെടുത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇന്നത്തെ ലോകത്ത് നിങ്ങളൊരു വാട്ടർമാർക്കോ മറ്റോ രേഖപ്പെടുത്തുന്നത് കൊണ്ട് നിങ്ങളുടെ ഫോട്ടോ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് ഈ IT വിദഗ്ധർ വാദിക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റായ വികലമായ ഒരു ഉപദേശം മാത്രമാണ്. വാട്സപ്പിലോ ടെലിഗ്രാമിലോ ഇത്തരം വീഡിയോകളുടെ ലിങ്കുകൾ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് ഷെയർ ചെയ്യരുത്. മാത്രമല്ല, ആ ഗ്രൂപ്പുകൾ റിപ്പോർട്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. ആ ലിങ്ക് അയച്ച വ്യക്തിയെ ബ്ലോക്ക് ചെയ്യുക. മാത്രമല്ല, നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റാരുടെയുമാണ് ഇത്തരമുള്ള വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മടിച്ചിരിക്കരുത്, ഓടിച്ചിരിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായി നിയമത്തിന് മുന്നിൽ അവരെ കൊണ്ടുവരാൻ ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന ബോധ്യം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് കേരള സർക്കാരിൻ്റെയോ അതല്ലെങ്കിൽ മറ്റുള്ള ഇന്റർനാഷണൽ സൈബർ വിങ്ങുകളുടെയോ അടുത്ത് ഇത് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യപടി. ഉടൻ തന്നെ ഗവൺമെന്റിന്റെ സൈബർ ക്രൈം റിപ്പോർട്ട് വിങ് വഴി നിങ്ങൾ ഓൺലൈനായി പരാതി സമർപ്പിക്കുക. നിങ്ങളുടെ പേരോ മേൽവിലാസമോ യാതൊരു കാര്യങ്ങളോ പുറത്തുവിടാതെ അവർ ആ വീഡിയോ ഇന്റർനെറ്റിൽ നിന്നും റിമൂവ് ചെയ്യാനുള്ള നടപടികൾ ഉടനടി ആരംഭിക്കുന്നതാണ്. പ്രിൻസി സേവ്യർ തുളസി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വെറും ഒരു വീഡിയോ മാത്രമല്ല, ഇത് സൈബർ ലോകത്ത് ഒളിഞ്ഞിരിക്കുന്ന കൃത്യങ്ങളുടെ വലിയൊരു മറ കൂടിയാണ്. ഇന്റർനെറ്റിൽ നമ്മൾ കാണുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന് പറയുന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പ്രിൻസി സേവ്യർ തുളസി കേസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങളെയോ മറ്റാർക്കെങ്കിലും ഇത്തരം ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു അപകടത്തിൽപ്പെടാതെ നിങ്ങൾ തന്നെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ മാത്രമല്ല ഈ നാടിന്റെയും ആവശ്യകതയാണ്.
ഈ അറിവ് നിങ്ങളുടെ ഫോണിൽ മാത്രമായി നിങ്ങൾ ഒളിപ്പിച്ചു വെക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീട്ടുകാരിലേക്കും മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല, ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്രൈം വീഡിയോയുമായി വീണ്ടും നാളെ കാണുന്നത് വരേക്കും ഗുഡ് ബൈ.